എന്താ പ്രശ്നം? ഞാനിവിടെ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി എന്നൊക്കെ ഹാജൻ ചോദിക്കുന്നുണ്ടേ. ഇപ്പൊ പ്രശ്നമില്ല, എല്ലാം ഓക്കെ ആണ്, ഞാൻ വന്നല്ലോ എന്നൊക്കെയാണ് ജംഹൂൺ പറയുന്നത്. എന്താ കാര്യം എന്ന് ഹാജനും മനസ്സിലാവുന്നില്ല. നിങ്ങൾ ആരാണ് ഇതിന്റെ ഇടയ്ക്ക് കയറി വന്ന ഹാജനെ ഹഗ് ചെയ്യാന്ന് കൂടുതലുള്ള ഒരാള് ദേഷ്യപ്പെടുന്നുണ്ടേ. ആങ്കർ ലീ തിരിയും. അന്നേരമാണ് ബാക്കിയുള്ളവർ ഇവനെ ശ്രദ്ധിക്കുന്നത്. അയ്യോ, ഇത് ആങ്കർ ലീ ആണ്, ഹാജിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറയുമ്പോഴത്തേക്കും ഇവൻ തിരിഞ്ഞിട്ട് ഞാൻ ഹാജിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറയും. ഇത് കേട്ടിട്ട് അന്തം വിട്ട് ഹാജിൻ ഇവനെ നോക്കുന്നുണ്ട്. പ്രശ്നം ഉണ്ടാക്കണ്ട, എന്റെ കയ്യിലെ മിസ്റ്റേക്ക് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഇവള് കാണിച്ചു കൊടുക്കും. ഇവളുടെ കാറിൽ ചെന്നിട്ട് ഈ പയ്യന്മാരുടെ കാറിൽ ഇടിച്ചിട്ടുണ്ടായിരുന്നു. ആക്സിഡന്റ് നടന്നു കഴിയുമ്പോൾ പുറത്തിറങ്ങിയിട്ട് എന്റെ മിസ്റ്റേക്ക് ആണ്, എങ്ങനെ വേണമെങ്കിലും ഞാൻ കോമ്പൻസേറ്റ് ചെയ്യാം എന്നൊക്കെ ഹാജൻ ഇങ്ങനെ പറയുന്നതന്നെയാണ് ഈ പയ്യന്മാർ ശ്രദ്ധിക്കുന്നത്. അന്നേരമാണ് അവർക്കത് ഹാജൻ ആണെന്ന് മനസ്സിലാവുന്നത്. അവളുടെ മൂവി കണ്ടിട്ട് അവർ ഇറങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് മൂവി ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു, ഞങ്ങൾ കൂടെ നിന്ന് ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ഇവർ ചോദിക്കുമ്പോൾ എക്സൈറ്റഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇത് ഇവിടെ ഇരുട്ടല്ലേ, നമുക്ക് അങ്ങോട്ട് മാറി വെളിച്ചമുള്ള സ്ഥലത്തേക്ക് നിന്നിട്ട് ഫോട്ടോ എടുക്കാം എന്നൊക്കെ ഹാജിൻ പറയുന്നത് കണ്ടുകൊണ്ടാണ് ആങ്കർ ലീ വരുന്നത് തെറ്റിദ്ധരിക്കുന്നത്. ഒരുപാട് പ്രാവശ്യം ജംഹൂൺ വിളിച്ചു നോക്കിയതൊക്കെ കാണുമ്പോൾ ഹാജിൻ ഹാപ്പിയാണ്. ഇയാള് തെറ്റിദ്ധരിക്കണ്ട, ഈ ഒരു അവസ്ഥയിൽ ആരായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ. ഇയാളെ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോയി എന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് വിളിച്ചിട്ട് കിട്ടിയതും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഹാക്കിങ്ങിനെ വിളിച്ചു ചോദിച്ചത്. ഇനി മുതൽ ഒറ്റയ്ക്കെങ്ങും പോകാനായിട്ട് പാടില്ല, ഇടപെടുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് ശ്രദ്ധിക്കുകയും വേണമെന്ന് ജംഹൂൺ അവളുടെ അടുത്ത് പറയും. അവർ നല്ല ആളുകളായിരുന്നു, എന്നോട് കൈൻഡ് ആയിട്ടാണ് സംസാരിച്ചതെന്ന് പറയുമ്പോൾ ജംഹൂൺ ദേഷ്യപ്പെടും. ആരെങ്കിലും നന്നായിട്ട് പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്താൽ ഉടനെ അവരെല്ലാം നല്ല ആളുകളാണെന്നല്ല അതിന്റെ അർത്ഥം എന്ന് പറയുന്നുടനെ ശരി, ഇനി മുതൽ ഞാൻ ആളുകളോട് ഇടപെടുമ്പോൾ കുറച്ചും കൂടി സൂക്ഷിക്കാമെന്ന് ഹാജിൻ തിരിച്ചു പറയും. പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വെളിയിലേക്ക് വരേണ്ട കാര്യം ഉണ്ടായിരുന്നു ഒറ്റയ്ക്കെന്ന് ചോദിച്ചിട്ട് ഹാജിനെ വഴക്ക് പറയും. ലേറ്റ് ആവുകയാണ്, വീട്ടിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് ജംഹൂൺ യാത്ര പറഞ്ഞു പോകാനായിട്ട് തുടങ്ങുന്നുടനെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ മെസ്സേജ് അയക്കാം, ഇല്ലെങ്കിൽ ഇയാൾ ഇനിയും വറീഡ് ആയല്ലോ എന്ന് ഹാജിൻ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പം എന്തായാലും മെസ്സേജ് അയക്കണം, ശരി ബൈ എന്ന് പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. അത് ഹാജിൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. സാധാരണ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും അവൻ മറുപടി ഒന്നും പറയാതെയാണ് പോകാറുള്ളത്. വീട്ടിൽ വന്നിട്ട് ഹാജിൻ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നോക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടെ ഫോട്ടോസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നതെന്ന് അവൾ പറയും. ആക്സിഡന്റിന്റെ ഫോട്ടോസ് അവര് പോസ്റ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തുവാണ് നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്റെയും ആങ്കർ ലീഡയും കൂടെ ഉള്ള ഫോട്ടോസ് അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം നോക്കായിരുന്നു. അധികം ആളുകളൊന്നും അന്നേരം അവിടെ ഇല്ലായിരുന്നു, അതെന്തായാലും കഷ്ടമായി പോയി എന്നൊക്കെ ഇവള് പറയും. അതെന്തായാലും നന്നായി, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോ എല്ലായിടത്തും ന്യൂസ് സ്പ്രെഡ് ആയേനെന്ന് ഹാക്കിംഗ് പറയും. അന്നേരം അവൾക്ക് ഒരു മെസ്സേജ് വരും. നോക്കുന്നുണ്ട് അത് ആങ്കർ ലീഡയാണ്. എനിക്ക് ഹാജിനെ പറ്റി സംസാരിക്കാനുണ്ട്, ഹാജിൻ അടുത്തില്ലാത്തപ്പോൾ എന്നെ ഒന്ന് വിളിക്കണം എന്നാണ് ആങ്കർ ലീ അതിൽ എഴുതിയേക്കുന്നത്. എന്നിട്ട് അവന് കിട്ടിയ ഫോട്ടോസ് എല്ലാം ഹാക്കിങ്ങിന് അയച്ചു കൊടുക്കും. അവൾ അന്നേരം തന്നെ തിരിച്ചു വിളിക്കും. ഇതെന്ന് കിട്ടിയതാണെന്ന് ചോദിക്കും. കുറച്ച് ദിവസമായി, ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. സീരിയസ് ആയിട്ട് എടുക്കണ്ട, ചിലപ്പോൾ ഒബ്സസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫാൻ ആയിരിക്കാം, എന്നാലും നമ്മളൊന്ന് കെയർഫുൾ ആയിരിക്കുന്നത് നന്നായിരിക്കും. സസ്പീഷ്യസ് ആയിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ പറയണം, കാരണം ഈ ഫോട്ടോസ് ഒന്നും ഏതെങ്കിലും ന്യൂസ് ആർട്ടിക്കിൾസിൽ വന്നതോ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യപ്പെട്ട ഫോട്ടോസോ ഒന്നും അല്ല എന്ന് പറയും. അപ്പം ആരോ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടെന്ന് ഹാക്കിങ്ങിന് മനസ്സിലാവും. ഒരു കാരണവശാലും ഞാനിത് ഹാജിനെ അറിയിക്കത്തില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചറിയിക്കാമെന്ന് അവൾ സമ്മതിക്കും. തിരിച്ച് എന്നെയും അറിയിക്കണമെന്നും അവൾ പറയും. പിറ്റേ ദിവസം രാവിലെ പോകാനായിട്ട് ഇറങ്ങുന്ന ഹാജിൻ കാണുന്നത് കുറെ സെക്യൂരിറ്റി ഗാർഡ്സിനെയാണ്. ഇനി മുതൽ എവിടെ പോയാലും ഇവരെ എസ്കോർട്ട് ചെയ്യുമെന്ന് ഹാക്കിംഗ് അവളോട് പറയും. ഇപ്പൊ പഴയതുപോലെയല്ല, പോപ്പുലർ ആയി, ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ട്. ബാക്കിയുള്ള സെലിബ്രിറ്റീസിനെല്ലാം സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്, നമുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇല്ലാത്തത്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഇവരെവിടെ പോയാലും കൂടെ കാണുമെന്ന് പറയും. അപ്പൊ എവിടെ വെച്ചാണ് ഈ ഫോട്ടോസ് എടുത്തത്, ഇവരെവിടേക്കാണ് മീറ്റ് ചെയ്തതെന്ന് ജംഹൂൺ അറിയാലോ. അതിന്റെ അടുത്തുള്ള ബിൽഡിങ്സിലെല്ലാം പോയി നിന്നിട്ട് ഇവൻ താഴേക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കും, ഏത് ബിൽഡിങ്ങിന്റെ മേലിൽ നിന്നാണ് ഈ ആൾ എടുത്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും ശരിയാവുന്നില്ല. അന്നേരം അവന് റിപ്പോർട്ടർ ജോയുടെ കോള് വരും. എവിടുന്നാണ് ഇത് അയച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ഓഫീസിൽ അന്വേഷിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് അയച്ചതല്ല, കാരണം അവിടെ നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണമല്ലോ. ഇത് നേരിട്ട് മെയിൽ ബോക്സിൽ കൊണ്ടുചെന്ന് ഇടുമായിരുന്നു. അതുകൊണ്ട് തന്നെ എവിടുന്നാണ് ആരാണെന്നൊന്നും അറിയാനായിട്ട് പറ്റത്തില്ല. ഇതുപോലെയുള്ള എൻവലപ്സ് എല്ലായിടത്തും സാധാരണമാണ്, കണ്ടുപിടിക്കാൻ പാടാണെന്ന് അവൻ പറയും. ഹാജിൻ ഓഫീസിലേക്ക് വരുമ്പോൾ മിസ് പാർക്ക് കുറെ സ്ക്രിപ്റ്റ്സുമായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അവൾ നോക്കുമ്പോഴത്തേക്കും എല്ലാം ഹീറോയിൻ വേഷങ്ങളാണ്. ഇത്രയും സ്ക്രിപ്റ്റ്സ് എനിക്ക് വേണ്ടിയിട്ട് വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ ഇതിലും കൂടുതലുണ്ടായിരുന്നു. സൈഡ് റോൾസും സെക്കൻഡ് ലീഡ് ആയിട്ടുള്ള റോൾസും എല്ലാം ഞാൻ ഒഴിവാക്കി, ബാക്കിയുള്ളതാണിത്. ഇനി മുതൽ നമുക്ക് ലീഡ് റോൾസ് മാത്രം ചെയ്താൽ മതി എന്ന് പറയും. അപ്പൊ അവർക്ക് അന്നൊരു ഫാൻ സൈനിങ് ഇവന്റ് ഉണ്ടായിരുന്നു, അത് ക്യാൻസൽ ആയിപ്പോയി, വെന്യൂല് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് ഇവർ പറയും. അന്നേരം മിസ് പാർക്കിന് ഒരു കോള് വരും. അത് സംസാരിച്ചുകൊണ്ട് വെളിയിലോട്ട് പോകുമ്പോഴത്തേക്കിനും ഹാജിന് എന്തോ സംശയം തോന്നും. എന്നിട്ട് ഹാക്കിങ്ങിന്റെ അടുത്ത് പറയും, എനിക്ക് ഇതാണ് ഇഷ്ടമില്ലാത്തത്. ചില സമയങ്ങളിൽ എല്ലാവർക്കും എല്ലാം അറിയാം, എനിക്ക് മാത്രം ഒന്നും അറിയത്തില്ല. എൻ്റെ അടുത്ത് നിന്ന് എല്ലാവരും എന്തോ ഒളിക്കുന്നു എന്ന് എനിക്കൊരു ഫീലിംഗ് വരും. അതെനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. എന്താണ് സംഭവിച്ചത്? ഫാൻ സൈനിങ് ഇവന്റ് ക്യാൻസൽ ചെയ്തത് നമ്മൾ തന്നെ ആയിരിക്കുമല്ലോ, എന്താണ് അതിന്റെ റീസൺ എന്ന് ചോദിക്കും. അങ്ങനെ ഹാക്കിങ്ങിന്
ആങ്കർ ലീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹാജന്റെ അടുത്ത് പറയേണ്ടി വരും. അവൾ അന്നേരം തന്നെ ആങ്കർ ലീയെ വിളിക്കും. അവളാണ് വിളിക്കുന്നത് കാണുമ്പോൾ തന്നെ അവൻ കോൾ അറ്റൻഡ് ചെയ്യും. ഇതെന്ത് പറ്റി? സാധാരണ ഇങ്ങനെ അല്ലല്ലോ. ഞാൻ ഹാക്കിന്റെ അടുത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉള്ളപ്പോൾ എന്നോട് തന്നെ പറയണം. ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, എനിക്കിതൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഫോട്ടോസൊക്കെ ഞാൻ കണ്ടു. അത് കണ്ടിട്ട് ആ ആൾക്ക് എന്നോടാണ് ദേഷ്യം എന്ന് തോന്നുന്നില്ല, ഇയാളോടാണ് ദേഷ്യം കൂടുതലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചോണം. പിന്നെ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് എല്ലാ ദിവസവും ചാനലിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ എത്തിയെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജും കൂടി അയക്കണം എന്ന് പറയും. അപ്പോൾ അവൻ ആദ്യം അപ്പോളജൈസ് ചെയ്യും. ഞാൻ അപ്പോളജിക്ക് വേണ്ടിയിട്ട് പറഞ്ഞതല്ല എന്ന് പറയുന്നുണ്ടെ ശരി സമ്മതിച്ചു, എല്ലാ ദിവസം വരുന്നുണ്ടെ ഞാൻ മെസ്സേജ് അയക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്യും. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവള് വീണ്ടും ഈ ഫോട്ടോസ് നോക്കുമ്പോഴത്തേക്കിനും അവളുടെ മനസ്സിലേക്ക് വേഗമായിട്ട് ആരുടെയോ മുഖം വരുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് നമുക്ക് ഓർക്കാനായിട്ട് പറ്റുന്നില്ല. ഡയറക്ടർ ജി ഓൾറെഡി ചാനലിന്റെ ഓഫീസിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആങ്കർ ലീ കാണാനായിട്ട് പോകും. വെയിറ്റിംഗ് റൂമിൽ അയാളില്ല. അന്നേരമാണ് മിസ്റ്റർ കിം അവിടേക്ക് വന്നിട്ട് പറയുന്നത് അയാൾ കുറെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഇവിടെ അങ്ങ് മടങ്ങിയിരിക്കുന്നില്ല. നമ്മുടെ സ്റ്റുഡിയോയിലെല്ലാം വന്നിട്ട് അയാള് ആ സ്ഥലമെല്ലാം അയാളുടെ സ്വന്തമാണെന്നുള്ള രീതിക്കാണ് എല്ലാവരോടും കാര്യമൊക്കെ പറഞ്ഞ് ഒക്കെ നടക്കുന്നത്. എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ആ പിന്നെ റിപ്പോർട്ടർ ജോയുടെ കയ്യിൽ ഒരു എൻവലപ്പ് ഇരിക്കുന്ന കണ്ടല്ലോ, എന്തോ അന്വേഷിക്കാനായിട്ട് പറഞ്ഞു വിട്ടേക്കുവാണല്ലേ, എന്തെങ്കിലും ടിപ്പ് കിട്ടിയോ, എന്താണ് ബ്രേക്കിംഗ് ന്യൂസ് ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിനൊന്നും ആങ്കർ ലീ മറുപടി പറയത്തില്ല. അന്നേരം മിസ് ജോയുടെ ഒരു മെസ്സേജ് വരും. അപ്പം റിപ്പോർട്ടർ ജോയുടെ എന്തോ മെസ്സേജ് ആണെന്ന് വിചാരിച്ചിട്ട് ഇയാൾ എത്തി നോക്കുന്നുണ്ട്. ഇത് മിസ് ജോയുടെ മെസ്സേജ് ആണ്, റൂമിലേക്ക് ചെല്ലാനാണ് വിളിക്കുന്നത്, ഡയറക്ടർ ജി അവിടെ ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഇവൻ പോകും. ഡയറക്ടർ ജി ആണെങ്കിൽ മിസ് ജോയെ കൊണ്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഫോട്ടോസ് പല രീതിക്കുള്ളത് അവരുടേത് എടുക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ആങ്കർ ലീ അവിടേക്ക് ചെല്ലുന്നത്. അയ്യോ അപ്പോഴത്തേക്കും സമയമായോ, ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു, മിസ് ജോയെ കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാതെ പോകാനായിട്ട് എനിക്ക് തോന്നിയില്ല എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. ഇവൻ മിസ് ജോയെ നോക്കുമ്പോൾ അവര് അത്ര കംഫർട്ടബിൾ ആയിട്ടല്ല നിൽക്കുന്നതെന്ന് മനസ്സിലാവും. ഇവർ പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും മിസ് ജോയ് ആങ്കർ ലീയെ വിളിച്ചു നിർത്തും. ഒന്ന് നിന്ന് എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് പറയും. ഇത് കേട്ടോണ്ടാണ് ഡയറക്ടർ ജി അവിടെ നിന്ന് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അവനത് ഇഷ്ടപ്പെടുന്നുമില്ല. അയാൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ട് മുഖമൊക്കെ മാറിയിട്ടാണ് അവിടുന്ന് പോകുന്നത്. അവൻ പോയി കഴിയുന്നുണ്ടെ മിസ് ജോയ് പറയും അയാൾ പ്രത്യേക സ്വഭാവമാണ്, മുറിയിലൊന്ന് തട്ടാതെയാണ് അകത്തേക്ക് കയറി വന്നത്, അപ്പോയിന്റ്മെന്റ് പോലും എടുത്തിട്ടില്ലായിരുന്നു, വന്ന ഉടനെ കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്ന് പറഞ്ഞു. ഒന്ന് രണ്ടെണ്ണം എടുത്തിട്ട് നിർത്തുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ അതിന് അയാൾക്ക് ഉദ്ദേശമില്ലായിരുന്നു. എത്ര എണ്ണം എടുത്തെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പിന്നെ അയാളും ഹാജനും തമ്മിൽ ക്ലോസ് ആണോ എന്ന് ചോദിക്കും. അപ്പൊ ഇവൻ എന്താണെന്നുള്ള രീതിക്ക് നോക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഫേക്ക് ആണോ എന്നുള്ള രീതിക്ക് കുറെ പ്രാവശ്യം തിരിച്ചു മറിച്ചു അയാൾ എന്നോട് ചോദിച്ചു. പക്ഷെ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ് വിട്ടിട്ടുണ്ട്. പക്ഷെ എന്തോ സംശയമുള്ളത് പോലെ തോന്നുന്നു, ഒന്ന് ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണമെന്ന് പറയും. ഇവൻ സ്റ്റുഡിയോ റൂമിലേക്ക് വരുമ്പോഴത്തേക്കും നോക്കുന്നുടനെ ഡയറക്ടർ ജി ഇവന്റെ കസേരയിൽ കയറിയിരിക്കുകയാണ്. ഇവൻ വരുന്നുടനെയാണ് എഴുന്നേറ്റ് ഗസ്റ്റിന്റെ കസേരയിലേക്ക് മാറിയിരിക്കുന്നത്. ഇവനെ കാണുന്നുടനെ ചോദിക്കുന്നത് ഹാജരെ കാണാൻ നല്ല ഭംഗിയാണോ അല്ലേ എന്നാണ്. അതെ, എന്റെ കണ്ണിൽ അവൾ നല്ല സുന്ദരിയാണെന്ന് ആങ്കർ ലീ മറുപടിയും പറയും. പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഫേക്ക് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം നിങ്ങളുടെ ഫോട്ടോസും ഒക്കെ കാണുമ്പോൾ ആ ന്യൂസ് ഒക്കെ വായിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ ഫോട്ടോസിൽ നിന്ന് അങ്ങനെ ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. എന്തോ ഒരു അടുപ്പമില്ലായ്മ, ചിലപ്പോൾ തോന്നലാവും അല്ലേ, വെറുതെ തോന്നുന്നതായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കും. അതിനൊന്നും മറുപടി പറയാതെ ഇയാളെ നോക്കി ചിരിക്കുക മാത്രമാണ് ആങ്കർ ലീ ചെയ്യുന്നത്. വീട്ടിലിരുന്ന ഹാജനും ഹാക്കിങ്ങും ഇവരുടെ ലൈവ് ഇന്റർവ്യൂ ആണ്, അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവന്റെ അടുത്ത സിനിമയെ പറ്റി ആങ്കർ ലീ ചോദിക്കുമ്പോഴത്തേക്കും അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അത് കാണുമ്പോൾ ഹാജന്റെ അടുത്ത് പറയും കള്ളം പറയുന്നത് കണ്ടോ, അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിന്നെ സൈൻ ചെയ്യാനായിട്ട് അയാളെ എത്ര ദിവസം പുറകെ നടക്കുന്നുണ്ടായിരുന്നു, നീ ആയിരിക്കണം നായിക എന്നൊക്കെ അല്ലേ അയാൾ പറഞ്ഞത്, എന്തായാലും ഒന്ന് വിളിച്ചു നോക്കൂ എന്ന് പറയും. അല്ലെങ്കിൽ മെസ്സേജ് എങ്കിലും അയക്കണമെന്ന് പറയും. അപ്പം ഇത് തീരുന്നതിന് മുമ്പ് മെസ്സേജ് അയച്ചാൽ ആങ്കർ ലീക്ക് പ്രശ്നമാവുമോ എന്നാണ് ഇവളോട് തിരിഞ്ഞു ചോദിക്കുന്നത്. ആങ്കർ ലീക്ക് അയക്കാനല്ല, ഡയറക്ടർ ലീക്ക് അയക്കാനാണ് ഞാൻ പറഞ്ഞതെന്ന് ഹാക്കിംഗ് പറയും. ഇവിടെ ഫോൺ എടുക്കുമ്പോഴത്തേക്കിനും ഡയറക്ടർ ജിയുടെ കോള് ഹാജന് വരും. ഹാജനും ജംഗൂണും പരസ്പരം അറിയാതെ അവരോട് പറയാതെ ഡയറക്ടർ ജി രണ്ടുപേരും കൂടി ഒരു റെസ്റ്റോറന്റിലേക്ക് വിളിച്ചു വരുത്തും. രണ്ടുപേരും അവിടെ വരുമ്പോഴാണ് കാണുന്നത്. ജംഗൂൺ വരുമ്പോഴത്തേക്കും ഹാജൻ അവിടെ ഉണ്ടാവും. പിന്നെ കണ്ടിട്ട് അവർക്ക് സർപ്രൈസ് ആണ്. ഇവനും അത് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇയാള് സ്കീമിംഗ് ആണെന്ന് അവൻ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടായിരുന്നു. കാണുന്നുണ്ടെങ്കിൽ തന്നെ അവൾ പറയും അയ്യോ ഞാൻ അറിഞ്ഞില്ലല്ലോ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് എന്ന് പറയുമ്പോൾ ഡയറക്ടർ ജി പറയുന്നത് അങ്ങനെയാണോ, ഞാൻ വിചാരിച്ചത് നിങ്ങൾ ഓൾറെഡി പരസ്പരം ഇതൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും എന്നാണ്. കാരണം റിലേഷൻഷിപ്പിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ അങ്ങനെയാണല്ലോ, എപ്പോഴും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് നമ്മൾ പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമല്ലോ, നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാറില്ലേ എന്ന് ചോദിക്കും. അതിന് രണ്ടുപേരും മറുപടി പറയത്തില്ല. ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ ഡ്രിങ്ക്സ് ഒഴിച്ച് കൊടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഞാൻ കുടിക്കാറില്ല എന്ന് ആങ്കർ ലീ പറയും. എന്നാലും ഈ ഒരു സിറ്റുവേഷനിൽ അങ്ങനത്തെ നിർബന്ധങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കാം, ഞാൻ ഓഫർ ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവൻ ഗ്ലാസ് എടുക്കാനായിട്ട് നിർബന്ധിക്കും. ഇവൻ ഗ്ലാസ് കിട്ടുന്നുണ്ടെ ഒഴിച്ചു കൊടുക്കും. ഇവന് കുടിക്കാൻ പറ്റത്തില്ലെന്ന് ഹാജൻ അറിയാം.
ഒഴിച്ചു കഴിയുമ്പോഴത്തേക്കിനും അവള് അത് തട്ടിപ്പറിച്ച് കുടിക്കും. എന്നിട്ട് പറയും ഞാൻ സ്റ്റാൻഡിനാണെന്ന് വിചാരിച്ചാൽ മതി. ശരിക്കും ജംഗ്ഹോണിന് കുടിക്കാനായിട്ട് പറ്റത്തില്ല, സിറ്റുവേഷൻ മനസ്സിലാക്കണമെന്ന് പറയും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇയാള് നല്ല ബോറിംഗ് ആണല്ലോ ആളെന്ന് ഉടനെ ഡയറക്ടർ ജി പറയും. ഞാൻ അങ്ങനെയാണെന്ന് അവൻ മറുപടി പറയുന്നുണ്ട്. ആദ്യം പറയും അങ്ങനെയൊന്നും അല്ല, ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്, ആള് നല്ല ഫണ്ണിയാണ്, കുറച്ച് ദിവസം മീറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ഡയറക്ടർ ജിക്ക് ജംഗ്ഹോണിനെ ഇഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. അന്നേരത്തേക്ക് ഇയാളുടെ ഡ്രിങ്ക്സ് തീരും. ഇയാൾ അവിടെ നിന്നുകൊണ്ട് ഉറച്ചു വിളിക്കും പുറത്തേക്ക്. അപ്പൊ അവിടെ അറ്റൻഡ് ചെയ്യാനായിട്ട് ആൾക്കാരൊന്നുമില്ല. ആ ദേഷ്യത്തിന് ഇയാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കിനും ഇവള് പതുക്കെ ജംഗ്ഹോണിന്റെ അടുത്ത് ചോദിക്കും എന്ത് ചെയ്യാൻ പോകുമായിരുന്നു, ഇയാൾക്ക് കുടിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ഇയാളുടെ ട്രിക്ക് ഒന്നും പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പുറത്തെ ഒരു ഗ്ലാസ്സിൽ വെള്ളം ഇരിപ്പുണ്ടായിരുന്നു, അത് മാറ്റാനായിട്ടായിരുന്നു ഇവന്റെ ഉദ്ദേശം എന്ന് നമുക്ക് മനസ്സിലാവും. എനിക്കത് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തവരത് ചെയ്യുകയാണെങ്കിൽ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞ് ചിരിക്കുന്നത് ഇവൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണാം. അവനത് ഇഷ്ടപ്പെടത്തില്ല. അവൻ നേരെ റെസ്റ്റ് റൂമിലേക്ക് പോകും. നല്ല ദേഷ്യത്തിലാണ് അവൻ അവിടെ നിൽക്കുന്നത്. അവൻ വരാൻ കുറച്ച് സമയം എടുക്കുമെന്ന് മനസ്സിലാകുന്നതാണ് ഹാജന്റെ അടുത്ത് വാതുക്കലേക്ക് പോയി നിൽക്കാനായിട്ട് ജംഗ്ഹോൺ പറയും. എന്നിട്ട് അവനാണെങ്കിൽ ഡയറക്ടർ ജിയുടെ ബാഗ് പരിശോധിക്കും, അയാളുടെ ക്യാമറയൊക്കെ പുറത്തെടുത്ത് നോക്കും. എന്നിട്ട് അയാളുടെ ഡയറി നോക്കാനായിട്ട് തുടങ്ങും. അപ്പൊ എന്താ ഈ ചെയ്യുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇത് മോശമല്ലേ, അയാൾ കാണുവാണെങ്കിൽ എന്ത് വിചാരിക്കും, അയാൾ ഇപ്പൊ തന്നെ കുടിച്ചിട്ട് പകുതി കൂടുതൽ ബോധമില്ല, കണ്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവുമെന്നൊക്കെ ഇവനിങ്ങനെ പേടിച്ച് പറയുന്നുണ്ട്. അപ്പം വരുന്നെങ്കിൽ പറഞ്ഞാൽ മതി, അങ്ങോട്ടേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കാൻ പറഞ്ഞിട്ട് ഇവനിങ്ങനെ ഡയറി നോക്കുമ്പോഴത്തേക്കിനും അയാൾ അവിടുന്ന് വരുന്നത് കാണും. അങ്ങനെ ഹാദിൻ അയാൾ എത്താറായി എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവൻ ഇതെല്ലാം അടച്ചു വെച്ചിട്ട് സീറ്റിൽ വന്നിരിക്കും. ഇവളും വന്നിരിക്കും. ഇവളിങ്ങനെ വീടാൻ പോകുമ്പോൾ ഇവനിങ്ങനെ പിടിക്കുന്നുണ്ട്. ഇതും കണ്ടോണ്ടാണ് ഡയറക്ടർ ലീ കയറി വരുന്നത്. ആ ദേഷ്യത്തിന് നോക്കുന്ന ഉടനെ ഡ്രിങ്ക്സ് വന്നിട്ടില്ല. ഇയാൾ വീണ്ടും അവിടെ കിടന്ന് അലറും. ഇപ്പൊ തന്നെ ഇയാൾക്ക് ബോധമില്ല, നമുക്ക് വീട്ടിലേക്ക് പോകാന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാം കൂടി പോകാനായിട്ട് എഴുന്നേക്കും. അപ്പം ഇയാളാണെങ്കിൽ പുറകെ ചെന്ന് ഹാദിന്റെ കൈ പിടിച്ച് അവിടെ നിർത്തും. നമുക്ക് രണ്ടുപേർക്കും കൂടി സംസാരിക്കാനുണ്ട്, എന്റെ കൂടെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ കൈ വിടത്തില്ല. അപ്പൊ അവള് നല്ല രീതിക്കൊക്കെ കൈവിടാനൊക്കെ പറയുന്നുണ്ട്. ഇയാൾ എന്ത് ചെയ്താൽ വിടത്തില്ല. ഇത് കണ്ടോണ്ട് ജംഗ്ഹോൺ വന്നിട്ട് അയാളുടെ കൈ കയറി പിടിക്കും. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് വിടാനായിട്ട് പറഞ്ഞിട്ട് അയാൾ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഇവൻ കൈ വിടത്തില്ല. ആ ബഹളത്തിന്റെ ഇടയ്ക്ക് ഡയറക്ടർ ജി താഴെ വീഴും. ഇവർ രണ്ടുപേരും കൂടി പുറത്തിറങ്ങും. എന്നിട്ട് ഹാക്കിങ്ങിനെ വിളിച്ചു വരുത്തും. അയാൾക്ക് ബോധം പോയതാണ്. അയാളെ കാറിലൊക്കെ കയറ്റിയിട്ട് ഹാക്കിങ് അയാളെ വീട്ടിൽ കൊണ്ടുവിടണം. ജംഗ്ഹോൺ ഹാക്കിനെ കൊണ്ട് വീട്ടിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചിട്ട് അവരവിടുന്ന് പിരിയും. തിരിച്ചു പോകുമ്പോൾ ജംഗ്ഹോണിന് കുറച്ച് ദേഷ്യം ഉണ്ടെന്ന് ഹാജിന് മനസ്സിലാവും. അവൾ അന്നേരം ചോദിക്കും എന്തിനാണ് ഡയറക്ടർ ജിയുടെ ബാഗ് പരിശോധിച്ചത്, ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കി, അയാളുടെ ഡയറി ഒക്കെ നോക്കി, എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കും. ഇവനുണ്ടെ തിരിച്ചു ചോദിക്കുന്നത് നിങ്ങൾ എപ്പോഴും മീറ്റ് ചെയ്യാറുണ്ടോ എന്നാണ്. സിനിമയുടെ സമയത്ത് എന്നും കാണുമായിരുന്നു, ഷൂട്ട് ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം പിന്നെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരുപാട് ഇവന്റ്സ് അറ്റൻഡ് ചെയ്യേണ്ടതായിരുന്നു, അന്നേരം എല്ലാം മീറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പൊ റിലീസ് ആയതിനു ശേഷം ഞാൻ കണ്ടിട്ടില്ല, അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയും. ഡയറക്ടർ ജിക്ക് ഇയാളെ ഇഷ്ടമാണെന്ന് ഇയാൾക്ക് അറിയത്തില്ലായിരുന്നു എന്ന് ചോദിക്കും. ഏയ് അങ്ങനെയൊന്നുമില്ല, അത് തോന്നലാണെന്നാണ് അവൾ തിരിച്ചു പറയുന്നത്. ഇയാൾ ഈ കാര്യങ്ങളിലൊക്കെ വളരെ സ്ലോ ആണല്ലേ എന്ന് അവനോട് തിരിച്ചു ചോദിക്കും. അതെന്താ അങ്ങനെ പറയാനായിട്ട്, എനിക്കതൊക്കെ പെട്ടെന്ന് മനസ്സിലാവുമെന്ന് ഇവള് പറയും. പക്ഷെ അവന്റെ മുഖം കാണുമ്പോഴത്തേക്കിനും നോക്കിട്ട് ചോദിക്കും ആ ഫോട്ടോസ് അയച്ചത് ഡയറക്ടർ ജി ആണെന്ന് സംശയമുണ്ടോ, അങ്ങനെ ഒരാൾക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. അത് ഇയാളുടെ വിശ്വാസമല്ലേ, അത് ശരിയാവണമെന്നില്ലല്ലോ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ആരെയും അത്ര പെട്ടെന്ന് കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന്, എല്ലാരെയും ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയും. ഇയാളുടെ കാര്യമോ, ഇയാളെ എനിക്ക് വിശ്വസിക്കാമോ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ടേ. വിശ്വസിക്കണം എന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പ് തരാനായിട്ട് പറ്റും, ഇയാളുടെ സ്റ്റോക്കർ ഞാനല്ല എന്ന് പറയും. ഇരുട്ടത്താരോ ഹാജിന്റെ വീടിനകത്തേക്ക് കയറി അവളുടെ റൂമിൽ ചെന്നിട്ട് കട്ടിലിൽ ഇരിക്കുന്ന കാണിക്കുന്നുണ്ട്. അന്നേരമാണ് ഇവരുടെ കാറ് താഴെ വന്ന് നിൽക്കുന്നത്. ഈ ആള് ജനലിൽ കൂടി ഇവർ വരുന്നതൊക്കെ മേളിൽ നിന്ന് നോക്കുന്നുണ്ട്. കൊണ്ടുവിട്ടതിന് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് ഹാജിൻ ജംഗ്ഹോണിന്റെ അടുത്ത് പറയും. ഇതുവരെ ഞാൻ ഇത് ആരോടും പറഞ്ഞിട്ടില്ല, പക്ഷെ ഒട്ടും വൈകിപ്പിക്കാതെ ഇയാളോട് ഇത് തുറന്ന് പറയണം എന്ന് തോന്നി. ഞാൻ നോർമൽ അല്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയില്ല, ഞാൻ മറന്നുപോയി. എന്നാലും ഇടയ്ക്കിരിക്കുമ്പോൾ ഫ്ലാഷ് ആയിട്ട് ചില ആളുകളെയൊക്കെ എനിക്ക് ഓർമ്മ വരാറുണ്ട്. അത് ആരാണെന്നോ എന്താണെന്നോ ഞാനുമായിട്ട് എന്താണ് ബന്ധം എന്നോ ഒന്നും എനിക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റാറില്ല. അതെന്നെ പലപ്പോഴും വിഷമിപ്പിക്കാറുണ്ട്. കണ്ടെന്ന് മുതൽ ഇയാൾ എന്നെ ട്രീറ്റ് ചെയ്യുന്ന രീതി കാണുമ്പോൾ എനിക്ക് ചില സംശയങ്ങളുണ്ട്. നമുക്ക് പണ്ടേ പരിചയം ഉണ്ടായിരുന്നോ, ഞാനത് മറന്നുപോയതാണോ, അതോ ഞാൻ മറന്നുപോയ എൻ്റെ പാസ്റ്റുമായിട്ട് ഇയാൾക്ക് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഇയാളുടെ കൺസേൺ അത്രയ്ക്കുണ്ട്. ഞാൻ നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യണം, ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം കാണുമല്ലോ, അതെന്താണെന്ന് എനിക്കറിയണം, അത് എൻ്റെ അടുത്തൊന്ന് മറച്ചു വെക്കരുതെന്ന് പറയും. ഇവള് പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവനൊന്ന് പതറുന്നുണ്ട്. ജംഗ്ഹോൺ പക്ഷേ അത് ഹൈഡ് ചെയ്തിട്ട് അവളോട് പറയുന്നത് ഇയാളുടെ സംശയം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, എനിക്ക് നേരത്തെ ഇയാളെ പരിചയമില്ല, അന്ന് ഇന്റർവ്യൂ റൂമിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഞാൻ നേരിട്ട് കാണുന്നത്, പിന്നെ എൻ്റെ കൺസേണും ഞാൻ പറഞ്ഞ കാര്യങ്ങളും അതിനൊരു റീസൺ ഉണ്ട്. ഇയാളിപ്പോൾ കടന്നു പോകുന്ന സെയിം സിറ്റുവേഷനിൽ കൂടി കടന്നുപോയ ഒരാളെ എനിക്കറിയാം, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇയാൾക്കും അങ്ങനെ തന്നെ സംഭവിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയും.
അപ്പൊ എന്തോ ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം അവൾ ഓർമ്മിപ്പിച്ചെന്ന് വിചാരിച്ചിട്ട് അവള് സോറി പറയും. അന്നേരമാണ് ഡ്രൈവർ ചൂട് വീണ്ടും അവിടുന്ന് അവരുടെ ഫ്രണ്ടിലേക്ക് വരുന്നത്. അവരെ കാണുമ്പോൾ ജംഗ്ഹൂൺ സംശയത്തോടെയാണ് നോക്കുന്നത്. എന്താ ഇവിടെ എന്ന് ഹാദിനും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഹാക്കിങ് എന്നെ വിളിച്ചായിരുന്നു. ഡയറക്ടർ ജി ഒട്ടും ബോധമില്ലാതെയാണ് കാറിലിരുന്നത്. വൊമിറ്റ് ചെയ്ത് കാർ മുഴുവൻ വൃത്തികേടാക്കി. അതെല്ലാം ക്ലീൻ ആക്കിയിട്ട് വരാനായിട്ട് പറ്റത്തുള്ളൂ, സമയമെടുക്കും. ഹാദിൻ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, ഒറ്റയ്ക്ക് ഇരുത്താൻ പാടില്ല എന്ന് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയും. ഇവരുടെ ഫോട്ടോസ് വീണ്ടും രഹസ്യമായിട്ട് ആരോ എടുക്കുന്നുണ്ട്. ജംഗ്ഹൂൺ നോക്കുന്നുണ്ടെ ആരോ ഇവളുടെ വീടിന്റെ അവിടുന്ന് ഓടിപ്പോകുന്നത് കാണും. നിങ്ങൾ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറും എന്ന് പറഞ്ഞിട്ട് അവൻ അയാളുടെ പുറകെ പോകും.